ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, EV, റിന്യൂവബിൾ എനർജി, ഈ ഒരു മേഖലയെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവായിട്ട് നമ്മൾ നോക്കേണ്ട ഒരു അസറ്റ് ക്ലാസ് ഉണ്ട്, അത് കോപ്പർ ആണ്. യെസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കോപ്പറിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു മെറ്റൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. യെസ്, ഗോൾഡ് നിക്ഷേപകർക്ക് വലിയ തോതിലുള്ള ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. 2022 കാലഘട്ടത്തിൽ ഗോൾഡ് ഇന്റർനാഷണൽ മാർക്കറ്റിൽ പെർ ഔൺസിന് $2000 ആണ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഗോൾഡ് എത്തി നിൽക്കുന്നത് $5000 ആണ്. ഏകദേശം ഒരു 100% റിട്ടേൺ ഗോൾഡ് നിക്ഷേപകർക്ക് നൽകിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഗോൾഡ് ഇത്രമാത്രം റിട്ടേൺ നിക്ഷേപകർക്ക് നൽകിയിട്ടുള്ളത്? പ്രധാനമായിട്ടും ഗോൾഡിൽ ഉണ്ടായിട്ടുള്ള സ്വാഭാവികമായിട്ടുള്ള ഡിമാൻഡ് അല്ല, മറിച്ച് ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ, ട്രംപിന്റെ ഭാഗത്തുള്ള താരിഫ് ഫിയർ, ഈ ഒരു റീസൺ കാരണം ആളുകൾ ഒരു സേഫ് ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഗോൾഡിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തി ഗോൾഡ് നല്ല രീതിയിലുള്ള റാലി രേഖപ്പെടുത്തി എന്നുള്ളതാണ് കാരണം. ഈ ഒരു കാലഘട്ടത്തിലുള്ള AI, റിന്യൂവബിൾ എനർജി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഈ ഒരു മേഖലയിൽ ആളുകൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു മെറ്റൽ എന്ന് പറയുന്നത് നമ്മുടെ കോപ്പർ ആണ്. നമുക്ക് ആദ്യം EV മേഖലയെ കുറിച്ച് പഠിക്കാം. EV മേഖലയിൽ ഒരു സാധാരണ പെട്രോൾ ഡീസൽ കാർ, അവരുടെ കാർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് ഏകദേശം 20 മുതൽ 25 കിലോ വരെ കോപ്പർ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഒരു പെട്രോൾ കാറിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഒരു EV കാറിൽ ഇത് 50 മുതൽ 60 kg വരെ കോപ്പർ യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ EV റവല്യൂഷൻ ആണ്. ടാറ്റ മോട്ടോഴ്സ് ഇന്ത്യയിൽ തുടങ്ങി വെച്ച EV റവല്യൂഷൻ പിന്നീട് അത് മഹേന്ദ്രയും മറ്റുള്ള കാറുകളും ഏറ്റെടുത്തു. ആളുകൾ കൂടുതൽ EV കാറുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് ഇത് വളരെയധികം എക്കണോമിക്കലാണ്. പണ്ട് ഒരൊറ്റ ചാർജിൽ 200 കിലോമീറ്റർ സ്പീഡാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ലിഥിയം ബാറ്ററി അത് റെവല്യൂഷന് കാരണമായി ഒറ്റ ചാർജിൽ 600 കിലോമീറ്റർ വരെ നമുക്ക് ഇപ്പോൾ കാർ മൈലേജ് തരുന്നുണ്ട്. BYD പോലെയുള്ള കാറുകൾ തുടങ്ങി വെച്ച ഈ ഒരു റെവല്യൂഷൻ ഇപ്പോൾ എല്ലാ കാറുകളും ഇപ്പോൾ അഡാപ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആളുകൾ കൂടുതൽ EV മേഖലയിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. EV മേഖലയിലുള്ള കാറിനെ പറ്റി നമ്മൾ സംസാരിക്കുമ്പോൾ ഈ കാറുകൾക്ക് ചാർജിംഗ് സ്റ്റേഷൻ വേണം. പ്രധാനമായിട്ടും 3 രീതിയിലാണ് ചാർജിംഗ് സ്റ്റേഷൻസ് വരുന്നത്. അത് ഒന്ന് AC, അത് സ്ലോ ചാർജ് ആണ്. ഇതിന് 8 മുതൽ 15 kg വരെയുള്ള കോപ്പറിന്റെ റിക്വയർമെന്റ് ഉണ്ട്. DC ഫാസ്റ്റ് ചാർജിംഗ് ആണ്. 25 മുതൽ 60 kg വരെ കോപ്പറിന്റെ റിക്വയർമെന്റ് ഉണ്ട്. പിന്നീടുള്ളത് അൾട്രാ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഇതിന് 80 മുതൽ 200 kg വരെ കോപ്പർ റിക്വയർമെന്റ് ഉണ്ട്. അപ്പൊ EV മേഖല ഇത്ര അഗ്രസീവ് ആയിട്ട് മൂവ്മെന്റ് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും കോപ്പറിന്റെ ഡിമാൻഡ് ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. EVനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കാർ മാത്രമല്ല, ഇപ്പോ ഇന്ത്യൻ മോട്ടോർ ബൈക്ക് നിർമ്മാതാക്കളായിട്ടുള്ള ഹീറോ മോട്ടോ കോർപ്പ്, TVS, ഈവൻ എൻഫീൽഡ് വരെ അവരുടെ ബൈക്കുകൾ EV ആക്കാനായിട്ട് വലിയ തോതിൽ താല്പര്യപ്പെടുന്നുണ്ട്. ആളുകളും ഈ ബൈക്കുകൾ വാങ്ങാനായിട്ടും താല്പര്യപ്പെടുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ ഒരു വീഡിയോയുടെ ഒന്നാമത്തെ സെഗ്മെന്റ് ആയിട്ടുള്ള ഈ കോപ്പറിന്റെ റിക്വയർമെന്റ് EVയിൽ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെലുത്തുന്നു എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. രണ്ടാമത് നമ്മൾ ചെക്ക് ചെയ്യുന്നത് സോളാർ എനർജി, വിൻഡ് പവർ. ഈ ഒരു സെഗ്മെന്റിൽ കോപ്പറിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം, ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ട് 400 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു സോളാർ സിസ്റ്റം നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുമ്പോൾ ഏകദേശം 3 kg ആണ് കോപ്പറിന്റെ റിക്വയർമെന്റ്. ഒരു വീട്ടിൽ യൂസ് ചെയ്യുന്ന സോളാർ സിസ്റ്റത്തിന് ഇത്രമാത്രം കോപ്പറിന്റെ റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ ഒരു ഇൻഡസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോളാർ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് എത്രമാത്രം കോപ്പർ ആകും യൂസ് ചെയ്യുക? നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള സിയാൽ പോലെയുള്ള എയർപോർട്ട് കംപ്ലീറ്റ്ലി സോളാർ ആണ്. ഇപ്പോ എല്ലാ ഇൻഡസ്ട്രീസും കംപ്ലീറ്റ്ലി സോളാർ ആവാനായിട്ട് താല്പര്യപ്പെടുമ്പോൾ കോപ്പറിന്റെ റിക്വയർമെന്റ് ഈ ഒരു സോളാർ മേഖലയിൽ വലിയ തോതിൽ ആവശ്യം വരും. രണ്ടാമതായിട്ടുള്ള ഒരു റിന്യൂവബിൾ എനർജി മേഖല എന്ന് പറയുന്നത് വിൻഡ് ടർബൈൻ ആണ്. വിൻഡ് ടർബൈനിലും വലിയ തോതിൽ കോപ്പറിന്റെ റിക്വയർമെന്റ് ഉണ്ട്. വിൻഡ് ടർബൈന് വേണ്ടിയിട്ട് നമ്മൾ കോപ്പർ വലിയ തോതിൽ യൂസ് ചെയ്യുന്നുണ്ട്. പ്രധാനമായിട്ടും ജനറേറ്റർ പവർ, കേബിൾ സിസ്റ്റം, പെർഫോമൻസ് കൺട്രോൾ സിസ്റ്റം തുടങ്ങിയ ആവശ്യത്തിന് വേണ്ടിയിട്ട് കോപ്പർ വലിയ തോതിൽ യൂസ് ചെയ്യുന്നുണ്ട്. 2 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു വിൻഡ് ടർബൈന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്തത് 4 ടണ്ണോളം കോപ്പർ ആണ്. അപ്പോൾ ഈ റിന്യൂവബിൾ എനർജി മേഖലയിൽ കോപ്പറിന്റെ ഇമ്പോർട്ടൻസ് വലിയ തോതിലാണ്. അതിപ്പോൾ സോളാർ ആയാലും വിൻഡ് ടർബൈൻ ആയാലും കോപ്പർ യൂസ് ചെയ്യുന്നത് വലിയ തോതിലാണ്. ആളുകൾ അല്ലെങ്കിൽ കമ്പനീസ് റിന്യൂവബിൾ എനർജി മേഖലയിൽ വലിയ തോതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നു. അതിനർത്ഥം കോപ്പറിന്റെ ഡിമാൻഡ് ഉയരുന്നു എന്ന് തന്നെയാണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് AI മേഖലയിൽ ഉള്ള കോപ്പറിന്റെ ഇമ്പോർട്ടൻസ് ആണ്. നമുക്കറിയാം, ഇന്ന് ലോകം തന്നെ സംസാരിക്കുന്നത് AI കുറിച്ച് മാത്രമാണ്. AI പല രാജ്യങ്ങളും പല കമ്പനീസും ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ആണ് നടത്തുന്നത്. AI ഇത്രമാത്രം അഗ്രസീവ് ആയിട്ട് മൂവ്മെന്റ് നടത്തുമ്പോൾ ഈ ഒരു മേഖലയിൽ കോപ്പറിന് വലിയ തോതിലുള്ള ഒരു സ്വാധീനമുണ്ട്. കണക്കുകൾ നോക്കുകയാണെങ്കിൽ 10 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ആവറേജ് ഡേറ്റാ സെന്ററിന് വേണ്ടിയിട്ട് 300 ടണ്ണോളം കോപ്പർ ആണ് യൂസ് ചെയ്യുന്നത്. എന്നാൽ 100 മെഗാവാട്ട് കപ്പാസിറ്റി ഉള്ള ഒരു ഡേറ്റാ സെന്ററിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 3000 ടണ്ണോളം കോപ്പർ ആണ്. GPU ക്ലസ്റ്റർ, സർവർ സിസ്റ്റം, സർവർ കൂളിംഗ് സിസ്റ്റം, സർവർ, മദർ ബോർഡ്, നെറ്റ്വർക്കിംഗ്, ഈ മേഖലയിൽ
അവരുടെ ഡേറ്റാ സെന്ററിന് വേണ്ടിയിട്ട് ഇത്രമാത്രം കോപ്പർ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ മേൽ പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് മേഖലയിൽ വലിയ തോതിൽ ഡേറ്റാ സെന്ററിന്റെ റിക്വയർമെന്റ് ഉണ്ടാവും. സ്വാഭാവികമായിട്ടും കോപ്പറിന്റെ റിക്വയർമെന്റും ഉണ്ടാകും. ഇന്ത്യയുടെ കോപ്പർ ഡിമാൻഡ് 9% ആണ് ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയിൽ NSE-യിൽ കോപ്പറായിട്ട് ബന്ധപ്പെട്ടുള്ള കമ്പനീസ് ഉണ്ട്. ആ കമ്പനീസിനെ കൃത്യമായിട്ട് നിങ്ങൾ അനലൈസ് ചെയ്യുക, പഠിക്കുക, കോപ്പർ മേഖലയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാനായിട്ടും മറക്കാതിരിക്കുക. അപ്പൊ ഈ ഒരു വീഡിയോ ഉപയോഗപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് എത്താം. താങ്ക് യു.